ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം 22-ാം സങ്കീർത്തനം മശിഹീയ സങ്കീർത്തനമാണ്. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് മശിഹീയ സങ്കീർത്തനങ്ങൾ കർത്തൃമേശ ശുശ്രൂഷയിൽ എടുക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 2-ാം സങ്കീർത്തനം, അതിനുശേഷം 16-ാം സങ്കീർത്തനം, ഇപ്പോൾ 22, അതിനു മുമ്പ് 45, 110, ആമേൻ, 69. ഇതെല്ലാം മശിഹീയ സങ്കീർത്തനങ്ങളാണ്. അതിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ എടുത്തു, വിവിധ ചിന്തകളിലൂടെ പരിശുദ്ധാത്മാവ് കടത്തിവിട്ടു. എന്നാൽ സങ്കീർത്തനങ്ങളിൽ, മശിഹീയ സങ്കീർത്തനങ്ങളിൽ 22-ാം സങ്കീർത്തനമാണ് ഏറ്റവും സമ്പുഷ്ടമായ, ഏറ്റവും ഔന്നത്യമായ സങ്കീർത്തനം. ക്രൂശീകരണം അതുപോലെ വരച്ചു വെച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനം വേറെയില്ല. സ്തോത്രം, സ്തോത്രം പറഞ്ഞ ദൈവമക്കൾ, സ്തോത്രം. അത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത, മറ്റ് സങ്കീർത്തനങ്ങളിൽ നിന്നെല്ലാം ഈ 22-ാം സങ്കീർത്തനത്തിന്റെ ഒരു വലിയ പ്രത്യേകത, ദാവീദ് ഈ കഷ്ടതയിലൂടെ കടന്നു പോയിട്ടില്ല ശരിക്കും. പക്ഷേ ദാവീദ് പ്രവചനാത്മാവിൽ ഒരു പാട്ട് എഴുതുകയാണ്. യേശു അനുഭവിക്കുന്ന ക്രൂശ്, വരാൻ പോകുന്ന മശിഹ അനുഭവിക്കുന്ന ക്രൂശ്, ആ ക്രൂശ് കണ്ടുകൊണ്ട് അദ്ദേഹം പ്രവചനാത്മാവിൽ എഴുതി പാടിയ പാട്ടാണ് 22-ാം സങ്കീർത്തനം. ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത, യേശു ക്രൂശിൽ കിടന്ന് ചൊല്ലിയ 7 മൊഴികൾ, അതിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട 3 മൊഴികളും ഈ 22-ാം സങ്കീർത്തനത്തിനുണ്ട്. പക്ഷെ പ്രത്യക്ഷമായി 3 ഇതുണ്ടെങ്കിലും പരോക്ഷമായി നോക്കിയാൽ 7 മൊഴികളും ഈ 22-ാം സങ്കീർത്തനത്തിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയാ, സ്തോത്രം. എല്ലാവരും കുനിഞ്ഞിരിക്കരുത്, ശ്രദ്ധയോട് വചനത്തിന് മുമ്പിൽ പ്രതികരിച്ച് സ്തോത്രം ചെയ്യുക. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏതാ ക്രൂശിലെ 7 മൊഴികൾ? 1-ാമത്തെ മൊഴി, ആമേൻ, പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. 2-ാമത്തെ മൊഴി ക്രൂശിലെ കള്ളനോട് പറയുന്നത്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. 3-ാമത്തെ മൊഴി സ്വന്തം അമ്മയെയും സ്വന്തം ശിഷ്യനെയും ചേർത്ത് നിർത്തി ക്രൂശിന്റെ ചോട്ടിൽ അവർ നിൽക്കുമ്പോ അമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, സ്ത്രീയെ, ഇനി തൊട്ട് നിന്റെ മകൻ ഈ യോഹന്നാനാണെന്ന് പറയുന്നതും, യോഹന്നാനെ നോക്കി നിന്റെ അമ്മ ഇനി തൊട്ട് എന്റെ അമ്മയാണെന്ന് പറയുന്നതുമാണ് 3-ാമത്തെ മൊഴി. സ്തോത്രം. കാരണം യേശുവിന്റെ സഹോദരങ്ങൾ അന്ന് വിശ്വാസത്തിൽ കടന്നു വന്നിട്ടില്ല. 2, യേശുവിന്റെ അപ്പൻ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിലുള്ള തച്ചന്റെ മകൻ എന്ന് പറയുന്ന തച്ചൻ യോസേഫ് മരിച്ചുപോയി. ശരിക്കും മറിയ അനാഥയാണ്. അനാഥയായ മറിയോട് പറയുകയാണ്, സ്വന്തം മൂത്ത തലമുറയായ യേശുവും ക്രൂശിക്കപ്പെടുകയാണ്, മരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അമ്മയോട് പറയാം, ഇനി നീ അനാഥയല്ല, ഇതാണ് നിന്റെ മകൻ എന്ന് പറഞ്ഞ് യോഹന്നാനെ കൈപിടിച്ചേൽപ്പിക്കുന്നു. യോഹന്നാനോട് പറയുന്നു, ഇതാണ് നിന്റെ അമ്മ എന്ന് പറയുന്നു. അതാണ് ക്രൂശിലെ 3-ാമത്തെ മൊഴി. എന്നാൽ 4-ാമത്തെ മൊഴി, ഏലി ഏലി ലമ്മ ശബത്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. പിതാവിനോട് ബന്ധപ്പെട്ട് ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം പോലും കൈവിട്ടു പോയോ എന്ന ചിന്തയിൽ നിലവിളിക്കുന്ന നിലവിളിയാണ് 4-ാമത്തെ മൊഴി. 5-ാമത്തെ മൊഴി, എനിക്ക് ദാഹിക്കുന്നു എന്നതാണ്. 6-ാമത്തെ മൊഴി, നിവർത്തിയായി, ഇല്ലേ? 7-ാമത്തെ മൊഴി, എൻ്റെ ആത്മാവിനെ ദൈവകരത്തിൽ ഫലമേൽപ്പിക്കുന്നു. അങ്ങനെ 7 മൊഴികൾ എല്ലാ കാലഘട്ടത്തിലും ഫേമസ് ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് ഈ മൊഴികളെ കുറിച്ച് വിവിധമായി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, യാഗങ്ങളെ കുറിച്ച് വിവിധമായി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വ്യക്തി മരിക്കുമ്പോൾ ചൊല്ലുന്ന മൊഴി വളരെ പ്രാധാന്യമേറിയതാണ്, ഇല്ലേ? അബ്രഹാം മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞ വാക്കുകൾ, യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കുകൾ, മോശ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കുകൾ, അവരുടെയൊക്കെ മരണമൊഴികൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ നമ്മുടെ സർവശക്തനായ ദൈവം ആ ക്രൂശിൽ കിടക്കുമ്പോൾ അവസാനം നമ്മളോട് അരുളി ചെയ്ത ആ 7 മൊഴികളും ഒരെണ്ണം മാറ്റാൻ പറ്റത്തില്ല. 7 മൊഴികളും വളരെ പ്രാധാന്യമുള്ളതാ. അത് ക്രൂശിൽ അരുളി ചെയ്തത്. അതുപോലെ സാമാന്ത്രിക സുവിശേഷങ്ങളും യോഹന്നാന്റെ സുവിശേഷം 4 സുവിശേഷങ്ങളിലും ചേർത്ത് പഠിച്ചാൽ ഓരോ മൊഴികളും നമ്മളോടുള്ള ആലോചനകൾ കൂടിയാണ്. കർത്തൃമേശ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ മൊഴികളൊന്ന് ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ക്രൂശ് ധ്യാനിക്കാത്ത ഒരു ശുശ്രൂഷയല്ല. നമ്മൾ ക്രൂശിന്റെ ചോട്ടിൽ ഇരിക്കണം. മറിയ ചോട്ടിൽ ഇരുന്നത് പോലെ, യോഹന്നാൻ ചോട്ടിൽ ഇരുന്നത് പോലെ, മഗ്ദലക്കാരത്തി മറിയ ഇരുന്നത് പോലെ, ശലോമ ക്രൂശിന്റെ ചോട്ടിൽ ഇരുന്നത് പോലെ ഈ കർത്തൃമേശ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും കർത്താവിന്റെ ക്രൂശിന്റെ ചവിട്ടിലാണ്. അവന്റെ തലയിൽ മുൾക്കുരീടം വെച്ചിരിക്കുന്നതും അവന്റെ കൈകാലുകളിൽ ആണി തറയ്ക്കപ്പെട്ടിരിക്കുന്നതും അവന്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കുന്നതും ആത്മാവിൽ കണ്ടുവേണം ഓരോ വചനവും നിങ്ങൾ ഏറ്റെടുക്കാൻ. സ്തോത്രം. പത്മോസിൽ യോഹന്നാൻ
കഷ്ടതയിൽ കിടക്കുമ്പോൾ 7 പൊൻനിലവിൾക്കിടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യപുത്രനോട് സദൃശനായ ദൈവം അവന്റെ കണ്ണ് അഗ്നിജ്വാലിക്കൊത്തത് അവന്റെ വിനാപ്പുറം കുത്തി തുളച്ചെടുത്ത് വലിയ മാർവിടത്തോട് ചേർന്ന് നിൽക്കുന്ന പൊൻകച്ച കെട്ടി ആമെ കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിനോട് സദൃശമായി അങ്ങനെ തേജസ്സിൽ നിൽക്കുന്ന കർത്താവിനെ യോഹന്നാൻ കണ്ടു. പക്ഷേ ക്രൂശീകരണം ശരിക്കും കണ്ടയാളും യോഹന്നാനാണ്. അപ്പൊ ആ ക്രൂശീകരണം കണ്ടപ്പോൾ അവന്റെ തലയിൽ മുൾക്കിരീടമായിരുന്നു. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അവന്റെ തലയിൽ കർത്താവ് തലയെ വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയായി നിൽക്കുക. അപ്പൊ ആ തേജസ് കണ്ടവനാണ് യോഹന്നാൻ, കഷ്ടത കണ്ടവനാണ് യോഹന്നാൻ. ഇന്ന് പകൽ നിങ്ങൾ യേശുവിന്റെ ക്രൂശ് കണ്ടാൽ താമസമില്ല, അവന്റെ തേജസ്സും കാണുമെന്ന് ഉറപ്പുള്ളവർ കരം തട്ടിയൊന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ അവന്റെ ക്രൂശിന്റെ ചുവട്ടിലാണെങ്കിൽ നാളെ അവന്റെ വലതുഭാഗത്തിരിപ്പാൻ ഭാഗ്യം തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ക്രൂശീകരണം ധ്യാനിക്കാത്ത ഒരു ദിവസം ഉണ്ടാകരുത്. രക്തം ജയം പറയാത്ത ഒരു ദിവസം വായിന്ന് വരരുത്. വാ തുറന്ന് രക്തം ജയം പറയണം. ക്രൂശിനെ ധ്യാനിക്കണം. അത് ജീവിതത്തിൽ അനുഗ്രഹമാണ്. ഈ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ ഒന്നാമത് മനസ്സിൽ വരേണ്ടത്, ദൈവമേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായ ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമിക്കുന്ന സ്നേഹമാണ് ക്രൂശിലെ ഒന്നാമത്തെ മൊഴി. ആരോടെങ്കിലും കയ്പോ പിണക്കമോ വിദ്വേഷമോ എന്തെങ്കിലും ക്രിസ്തീയ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ഇതിലേക്ക് കൈനീട്ടുമ്പോഴാണ് ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി തീരുന്നത്. കയ്പോടെ ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്ത കയ്പോടെ നിങ്ങൾ ഇതിലേക്ക് കൈനീട്ടിയാൽ ഇത് സക്സസ് ആകത്തില്ല. അതിൽ നിങ്ങൾ പലരും ബലഹീനരായി പോകും, നിങ്ങൾ പലരും രോഗികളായി പോകും, മരണം വരെയും വരും. പക്ഷേ ദൈവമേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ആ ക്രൂശിൽ കർത്താവ് ക്ഷമ ചോദിക്കുന്നത് പോലെ കയ്പുകൾ ഉണ്ടെങ്കിൽ ഏറ്റുപറ, ക്ഷമിക്കാനുണ്ടെങ്കിൽ ഏറ്റുപറ, ദൈവസന്നിധിയിൽ സറണ്ടർ ആകെ. എന്നിട്ട് നിങ്ങൾ ഈ കർത്തൃമേശ ശുശ്രൂഷ ഒന്ന് എടുത്തു നോക്കിക്കേ. അത് ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. ഞാൻ ദൈവമക്കളോട് എപ്പോഴും പറയാം, എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട, യേശു ആരോടൊക്കെ ക്ഷമിച്ചു? യേശു ശരിക്കും തന്നെ ക്രൂശിച്ച റോമ പടയാളികളോട് ക്ഷമിച്ചു. യേശു ആരോടൊക്കെ ക്ഷമിച്ചു? പിലാത്തോസിനോട് ക്ഷമിച്ചു. യേശു ആരോട് ക്ഷമിച്ചു? ഹെരോദാവിനോട് ക്ഷമിച്ചു. യേശു ആരോട് ക്ഷമിച്ചു? തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനോട് ക്ഷമിച്ചു. തൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ എല്ലാ ശിഷ്യന്മാരോടും ദൈവം ക്ഷമിച്ചു. തന്നെ അവഗണിച്ച എല്ലാവരും ആ ക്രൂശിലുള്ള ചുറ്റും നിന്ന് എല്ലാവരോടും ക്ഷമിച്ചു. 2 കള്ളന്മാരോടും സത്യം പറഞ്ഞാൽ അവരും നിന്ദിച്ചു, അവരോട് ക്ഷമിച്ചു. നിങ്ങൾ എടുത്തു നോക്ക്, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും ദൈവം ക്ഷമിച്ചു. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് പകൽ ആത്മാവ് നിങ്ങളോട് പറയാം, എല്ലാ കയ്പും മാറട്ടെ, എല്ലാ പിണക്കങ്ങളും മാറട്ടെ, എല്ലാ വിദ്വേഷങ്ങളും മാറട്ടെ, എല്ലാ അസൂയകളും മാറട്ടെ. ക്ഷമിക്കുന്ന സ്നേഹം. ഹല്ലേലൂയ. ക്ഷമ നമ്മളെ ജീവിതത്തിൽ അനിവാര്യമാണ്. ക്ഷമിക്കാൻ നിങ്ങൾക്കൊരു ഹൃദയമുണ്ടാകട്ടെ. ചിലർ പറയാറുണ്ട്, എൻ്റെ ഇന്ന ആളോട് ഞാൻ ക്ഷമിക്കത്തില്ല, എന്തോ വന്നാലും ക്ഷമിക്കത്തില്ല. ഞാനൊരു ചർച്ചിൽ ചെന്നപ്പം, ശുശ്രൂഷിക്കാൻ ചെന്നപ്പം 14 വർഷമായിട്ട് മിണ്ടാതിരിക്കുന്നവരെ എനിക്ക് കാണാൻ പറ്റി. 14 വർഷമായിട്ട് ഒരു ചർച്ചിൽ കർത്തൃമേശ അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ചർച്ചിൽ അവർ കർത്തൃമേശ അറ്റൻഡ് ചെയ്യുന്നു. ഒന്നിച്ചൊരു ചർച്ചിലുള്ളവരാണ്. അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ കൂട്ടായ്മയിലും അവർ പങ്കെടുക്കുന്നവരാണ്. 14 വർഷമായിട്ട് 2 കുടുംബം തമ്മിൽ മിണ്ടാതിരിക്കുന്നവർ എനിക്കറിയാം. പക്ഷെ അന്നത്തെ ശുശ്രൂഷയിൽ അവർ മാനസാന്തരപ്പെട്ടു, കെട്ടിപ്പിടിച്ചു, സ്നേഹോപരം കൊടുത്തു, അവർ ദൈവഭാഗത്ത് വന്നു. നമ്മുടെ ജീവിതത്തിലും കയ്പുകളൊക്കെ മാറുമ്പോഴാണ് അത് യഥാർത്ഥ കൂട്ടായ്മയായി മാറുന്നത്. സ്തോത്രം ചെയ്ത ദൈവമക്കൾ, സ്തോത്രം. അങ്ങനെ ഓരോ മൊഴികളും പഠിക്കണം. ഇതിൽ 1-ാം വാക്യമാണ്, 1-ാമത്തെ മൊഴിയിലെ 22-ന്റെ 1-ാം വാക്യം. എന്റെ ദൈവമേ കണ്ടോ, ഈ 22-ാം സങ്കീർത്തനത്തിൽ ഒരു മൊഴിയാണ് എന്റെ ദൈവമേ, എന്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് ഇല്ലേ. 7 മൊഴികളിൽ 4-ാമത്തെ മൊഴിയാണ് ശരിക്കും ഇത്. ദൈവമേ നീ എന്നെ സത്യത്തിൽ ദൈവം കൈവിടുവോ? ദൈവം ഒരിക്കലും കൈവിടത്തില്ല കേട്ടോ. നമ്മെ ഓർത്തിട്ടാണ് ആ ക്രൂശ് യേശു കരഞ്ഞപ്പോൾ പിതാവ് മാറി നിന്നത്. ദൈവം ഒരിക്കലും നമ്മെ കൈവിടുന്നില്ല.
പുത്രനെയും കൈവിടുന്നില്ല. ദൈവം ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല കേട്ടോ. ഇന്ന് പകൽ ദൈവാത്മാവ് നിങ്ങളോടൊരു ദൂതായിട്ട്, ഉപവാസ പ്രാർത്ഥന തീരുന്ന ദിവസം ദൈവം നിങ്ങളോട് ഇടപെടുക. ആര് കൈവിട്ടാലും, ഏത് മനുഷ്യൻ കൈവിട്ടാലും, ഏത് സംഘടന കൈവിട്ടാലും, അവൻ വലം കൈ തന്ന് നിന്നെ ചേർത്ത് പിടിക്കുന്നവനാണ്. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അവൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവമക്കളെ കൈവിടുന്ന ദൈവമല്ല. ആര് കൈവിട്ടാലും ദൈവം നമ്മളെ കൈവിടത്തില്ല. സ്തോത്രം. ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞവർ കൈവിടും, വിദേശത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞവർ കൈവിടും. ആമേൻ. കൂടെ മരണം വരെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരും കൈവിടും. മനുഷ്യരെല്ലാം ആമേൻ സ്വാർത്ഥന്മാരും ആമേൻ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരൊക്കെയായി മാറ്റപ്പെടുന്ന കാലഘട്ടമാണ്. പക്ഷെ അന്നും ഇന്നും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി കൂടെ നിൽക്കുന്നവനാണ് ദൈവം. ദൈവം കൈവിടത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ആസിക്കാരെല്ലാവരും എന്നെ വിട്ടേച്ചു പോയി, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് പോയി. പക്ഷേ ദൈവമേ, എൻ്റെ പ്രതിവാദത്തിന് ജാമ്യത്തിലിറക്കാൻ എന്നെ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, അവസാനത്തോളം ആമേൻ. 2 തിമോഥെയോസ് 4:16 പറഞ്ഞു, അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ദൈവം കൈവിട്ടിട്ടില്ല. മരണം വരെയും പൗലോസിനെ ദൈവം കൈവിട്ടിട്ടില്ല. നമ്മളും ചിന്തിക്കണം, കൈവിട്ടെന്ന് പോലും നമുക്ക് തോന്നിയേക്കാം, പക്ഷെ ദൈവം കൈവിടത്തില്ല. ദൈവം നമ്മളെ ചേർത്ത് പിടിക്കും. ഒരു വലം കൈ നമ്മളെ പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. ഇനി മറ്റൊരു മൊഴിയാണ്, 5-ാമത്തെ മൊഴി. എനിക്ക് ദാഹിക്കുന്നു. ഇതിന്റെ 15-ാം വാക്യത്തിലുണ്ട്. അത് ശരിക്കും എന്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എന്റെ നാവ് അണ്ണാക്കിനോട് പറ്റിയിരിക്കുന്നു. എന്റെ നാവ് അണ്ണാക്കിനോട് പറ്റി. ദാഹവാ എന്ന് പറഞ്ഞാൽ എന്റെ നാവ് അണ്ണാക്കിനോട് പറ്റിയിരിക്കുന്നു. ദൈവമക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഏറ്റവും കൂടുതൽ വേർക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദാഹം ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. നമ്മൾ എ സിക്കകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്. പക്ഷേ ഇപ്പോൾ 12 മണി തൊട്ട് 3 മണി വരെ പുറത്തിറങ്ങാൻ പോലും പാടില്ല, അത്ര ചൂടാണ്. പാലക്കാട് 49 വന്നെന്നാണ്, പത്തനംതിട്ടയിലും വർദ്ധിക്കുക. പാലക്കാടും പുനലൂരുമാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നവരാരാ? ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്നവരാ, അല്ലേ? സ്തോത്രം. വിദേശങ്ങളിലൊക്കെ ആമേൻ ചൂടത്ത് വലിയ ബിൽഡിങ്ങിന്റെ പുറത്ത് പണിയെടുക്കുന്നവർ വെള്ളം കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലിറ്റർ കണക്കിന് വെള്ളം കുടിക്കുന്നത് മുഴുവൻ വേർത്തൊഴുകിപ്പോകും. അവരുടെ ചൂട് നിമിത്തം മേലൊക്കെ പൊട്ടും. ഭയങ്കര ചൂടാണ്. സ്തോത്രം. കർത്താവ് വേർത്തത് രക്തത്തുള്ളി വേർത്തയാളാണ്. യേശു വെള്ളം കുടിച്ചതായിട്ട് ബൈബിളിനുള്ളിൽ അവിടെ ഒന്നും പറയുന്നില്ല. കാരണം തലേന്ന് യേശുവിനെ പിടിച്ചു. ഗെത്സമനിൽ വെച്ച് വേർപ്പു തുള്ളിയായി, രക്തം വേർപ്പു തുള്ളി പോലെയായി എന്ന് പറഞ്ഞാൽ രക്തം വേർത്തു. പിന്നെ അന്ന് രാത്രി മുഴുവൻ 6 കോടതികൾ മാറി മാറി വിസ്തരിക്കുക. 3 മതകോടതിയും 6 അല്ലാത്ത കോടതിയും, ഭൗതികമായിട്ടുള്ള കോടതിയും 6 കോടതികൾ മാറി മാറി വിസ്തരിച്ചു. സന്നിധി സംഘത്തിന് മുമ്പിൽ, കയ്യഫാവിന്റെ മുമ്പിൽ, അതുപോലെ തന്നെ ഹന്നാവിന്റെ മുമ്പിലും കയ്യഫാവിന്റെ മുമ്പിലും, അതിനുശേഷം ഹെരോദാവിന്റെ മുമ്പിൽ, പിന്നെ പിലാത്തോസ്, പിന്നെയും പിലാത്തോസ്, അങ്ങനെ 6 കോടതികൾ മാറി മാറി വിസ്തരിക്കുക. ഇങ്ങനെ വിസ്തരിക്കുമ്പോഴൊന്നും വെള്ളം കുടിച്ചതായിട്ടില്ല. രക്തം ഒഴുക്കിയ, രക്തം വേർപ്പുതുള്ളി പോലെ ഒഴുകിയ ദൈവം വെള്ളം കുടിച്ചില്ല. തലേന്ന് ഗെത്സമനിൽ പിടിക്കപ്പെട്ടതാ. പിറ്റോസം രാവിലെ തൊട്ട് അടിയ, വിചാരണയ്ക്ക് ശേഷം പിന്നെ അടിക്ക് ശേഷം ക്രൂശ് എടുത്ത് വെച്ചു. രക്തം ഒഴുകി. സ്തോത്രം. ആ ക്രൂശിൽ വരെയും അവസാനം പറയും, എനിക്ക് ദാഹിക്കുന്നു. സത്യം പറഞ്ഞ ദൈവത്തിന്റെ ദാഹം ശരിക്കും വെള്ളം കുടിക്കാനുള്ള ദാഹമല്ല. വേദപണ്ഡിതന്മാർ പറയുന്നത് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ്. കാരണം ശമരിയ സ്ത്രീയുടെ അടുക്കൽ ദൈവം പറഞ്ഞില്ലേ, എനിക്ക് ദാഹിക്കുന്നു, കുടിക്കാൻ ചോദിക്കുക. അപ്പം അവള് വെള്ളം കൊടുത്തതായിട്ട് അവിടെ കാണുന്നില്ല. എനിക്ക് കുടിക്കാൻ വെള്ളം തരാമെന്ന് ചോദിച്ചു. ആ വെള്ളം പറഞ്ഞ് അവസാനം വന്ന് നിൽക്കുന്ന എവിടെയാ? യേശു മശിഹയാണെന്ന് അവൾ തിരിച്ചറിയുന്നു. ആ സമയത്ത് അവൾ ബക്കറ്റ് അവിടെ താഴെ വെക്കുന്നു. പിന്നെ അവൾ ഓടി പട്ടണം വിളക്കുന്നു. ഈ പട്ടണം വിളക്കിയപ്പോൾ ജനമെല്ലാം വിടുവിക്കപ്പെട്ട് യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നു. അന്നേരം ശിഷ്യന്മാർ ചോദിച്ചു, നിനക്ക് ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കർത്താവ് പറയാം, നിങ്ങൾ കഴിക്കാത്തൊരു ആഹാരം ഞാൻ കഴിക്കാൻ പോകുന്നു. എന്താ ആഹാരം? കഴിച്ചു. എന്താ ആഹാരം? ഒരു ദേശം മുഴുവൻ വിടുവിക്കപ്പെട്ടു. മനസ്സിലാകുന്നുണ്ടോ? യേശുവിന്റെ ദാഹം സത്യത്തിൽ ഈ ശമരിയ സ്ത്രീയെ വിടുവിക്കുന്ന ദാഹമായിരുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മ നിങ്ങളോട് പറയുക, ആക്ഷരിക ദാഹത്തേക്കാൾ വലിയ ദാഹം ആത്മാക്കളുടെ വിടുതലിന്റെ ദാഹമായിരിക്കണം, ദേശത്തിന്റെ വിടുതലിന്റെ ദാഹമായിരിക്കണം. നിങ്ങൾക്ക് ദാഹമുണ്ടോ?
ആക്ഷരിക ദാഹം എത്ര പേരുടെ മാറ്റി? ഹാഗാറിന് ദാഹിച്ചപ്പോൾ ദൈവം മാറ്റി കൊടുത്തില്ലേ? ആമേ. ഇശ്മായിലിന്റെ ദാഹം മാറ്റി കൊടുത്തില്ലേ? ആമേ. പുറപ്പാട് പുസ്തകം പഠിച്ചാൽ 17-ാം അധ്യായത്തിൽ 36 ലക്ഷം ജനം വെള്ളം കിട്ടാതെ വിഷമിച്ചപ്പോ ആ ഒരു പാറയെ അടിക്കാൻ പറഞ്ഞു. ആ പാറ അടിച്ചപ്പോ അതിൽ നിന്ന് 36 ലക്ഷത്തിനും വെള്ളം ചാടി പുറപ്പെട്ടു. അവരുടെ ദാഹം മുഴുവൻ മാറ്റി. പിന്നീട് പറയുക, ആ അടിക്കപ്പെട്ട പാറ അത് ക്രിസ്തുവാണ്. ഇസ്രായേൽ മക്കളുടെ ദാഹം മുഴുവൻ മാറ്റിയവൻ യേശുവാണ്. സ്തോത്രം. കർത്താവിന്റെ ദാസൻ ലീഡി എന്നപ്പം പറഞ്ഞു, ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ, എന്നിൽ നിന്ന് കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കില്ല. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്തുകൾ പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വരാൻ പറഞ്ഞ കർത്താവ്, അവൻ ദൈവം കൊടുക്കുന്ന ദാഹമേതാ? പരിശുദ്ധാത്മാവെന്ന നദിയാണ്. സ്തോത്രം. അവൻ ദാഹത്തെ മാറ്റുന്ന ദൈവമാണ്. സ്തോത്രം. അപ്പൊ കർത്താവിന്റെ ദാഹം നമ്മളെ കുറിച്ചുള്ള ദാഹമാണ്, ആത്മാക്കളെ കുറിച്ചുള്ള ദാഹമാണ്, ദേശത്തിന്റെ വിടുതലിനെ കുറിച്ചുള്ള ദാഹമാണ്. ആ ദാഹം നമുക്കുണ്ടാകട്ടെ. ആക്ഷരികമായി ദാഹിച്ചവരുടെ എല്ലാം ദാഹം ദൈവം മാറ്റിയിട്ടുണ്ട്. ശിംശോന്റെ ദാഹം മാറ്റിക്കൊടുത്തില്ലേ? യുദ്ധം ചെയ്ത് തളർന്ന് വീണ് കിടന്നവന്റെ ശിംശോന്റെ ദാഹം ദൈവം മാറ്റിയില്ലേ? ലേഹിയിൽ ഒരു ഉറവ തുറന്നില്ലേ? ഇന്നും നിങ്ങളുടെ ചില ദാഹങ്ങളുണ്ടല്ലോ. ഞാൻ പറയുന്ന ദൂത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ചില വിഷയത്തിൽ ദാഹിക്കുന്നുണ്ടോ? ഈ ഉപവാസത്തിന്റെ 3-ാമത്തെ ദിവസം നിങ്ങൾ ദാഹിക്കുന്ന വിഷയത്തിൽ ദൈവം നിങ്ങൾക്ക് റിസൾട്ട് തന്നിരിക്കും. നിങ്ങളുടെ ദാഹത്തെ ദൈവം എടുത്തു മാറ്റിയിരിക്കും. ഹല്ലേലൂയ. ഇത് റിസീവ് ചെയ്യ്, ഈ ദൂത് ഏറ്റെടുക്ക്. ദൈവം നിങ്ങളുടെ ദാഹത്തെ മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല. കർത്താവേ, നിന്റെ വചനം കേൾക്കാൻ ഒരു ദാഹം എനിക്കുണ്ടാകും. അങ്ങനെ നമ്മുടെ ദാഹങ്ങൾ ഏതാണോ ആ ദാഹത്തെ ദൈവം മാറ്റും. സ്തോത്രം. ഞാനത് 5 ചിന്തയായിട്ടാണ് കുറിച്ച് വെച്ചോണ്ടിരുന്നത്. അതിന് സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പറയാം. 1, വചനത്തിനായി ദൈവമക്കൾ ദാഹിക്കണം. 2, ആത്മാക്കൾക്കായി നമ്മൾ ദാഹിക്കണം. 3, പരിശുദ്ധാത്മാവിനായി നമ്മൾ ദാഹിക്കണം. പിന്നെ കൃപാവരങ്ങൾക്കായി ദാഹിക്കണം. 1 കൊരിന്ത്യർ 12-ാം അധ്യായം കൃപാവരങ്ങൾക്ക് വേണ്ടി ദാഹിക്കണം. 14-ാം അധ്യായം ദാഹിക്കണം. സ്തോത്രം. നിത്യതയ്ക്കായി ദാഹിക്കണം. സങ്കീർത്തനം 42 അതിൻ്റെ അർത്ഥം പറയുന്നത്, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ നിന്നിലേക്ക് ചേരാൻ. അതൊരു ദാഹമാണ്. നിത്യതയ്ക്ക് പോകാൻ ഒരു ദാഹം ഉണ്ടായിരിക്കണം. 63-ാം സങ്കീർത്തനം 62-ാം സങ്കീർത്തനം ഒക്കെ പഠിച്ചാൽ കർത്താവിന് വേണ്ടി ദാഹിക്കണം. അതിരാവിലെ നിനക്കായി ഞാൻ ഉണർന്ന് ദാഹിക്കുന്നു. നമുക്കൊരു ദാഹമുണ്ടാകട്ടെ. ദൈവത്തെ പ്രാപിപ്പാൻ, ദൈവത്തിനായി ദാഹിക്കുന്ന ഒരു ദാഹം നമുക്കുണ്ടാകട്ടെ. സ്തോത്രം. ഇനി ഈ സങ്കീർത്തനത്തില് മറ്റൊരു ക്രൂശിലെ മൊഴിയുണ്ട്. അവസാനത്തെ വാക്യം നിവർത്തിയായി, ടെറ്റലസായി ഇല്ലേ? ഇതിന്റെ അവസാനത്തെ വാക്യവും ഒരു ക്രൂശിലെ മൊഴിയാണ്. നിവർത്തിയായി. ദൈവം സകലതും നിവർത്തിയാക്കി. എന്തൊക്കെ നിവർത്തിയാക്കി? സ്തോത്രം. വാഗ്ദത്തങ്ങളെ നിവർത്തീകരിച്ചവനാണ് ദൈവം. പിന്നെ എന്ത് ദൈവം നിവർത്തീകരിച്ചു? മരണത്തിന്റെ മേൽ ജയം, പാപത്തിന്റെ മേൽ ജയം, ഇതെല്ലാം നിവർത്തിയായി. നമ്മളോടുള്ള വാഗ്ദത്തങ്ങളും നമ്മുടെ മേലുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവം നിവർത്തിയായി. ഞാനൊരു 3 ഉദാഹരണം പറയാം. അവൻ ന്യായപ്രമാണം നീക്കാൻ വന്നവനല്ല. ന്യായപ്രമാണത്തിന്റെ വള്ളിയോ പുള്ളിയോ നീക്കിക്കളയത്തില്ല. ന്യായപ്രമാണത്തെ നിവർത്തിച്ചവനാണ് എന്റെ ദൈവം. സ്തോത്രം. അല്ലേ? അപ്പൊ ന്യായപ്രമാണം നിവർത്തിച്ചവൻ. 2, പിതാവിന്റെ ഹിതമെല്ലാം നിവർത്തിച്ചവൻ. സ്തോത്രം. അവൻ ഏൽപ്പിച്ച സകല പ്രവൃത്തി ഞാൻ തികച്ചെന്ന മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ 17-ന്റെ 4-ാം വാക്യം പറയുന്നത്, പിതാവിന്റെ ഹിതങ്ങൾ നിവർത്തിച്ചവൻ. സ്തോത്രം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കൊരു വാഗ്ദത്തമാ. ആ വാഗ്ദത്തങ്ങളെല്ലാം ദൈവം ക്രൂശിൽ നിവർത്തിച്ചു. എല്ലാം നിവർത്തിച്ചു. ഒന്നും ബാക്കി വെച്ചിട്ട് പോയിട്ടില്ല. എല്ലാ യാഗങ്ങളുടെയും പൂർത്തീകരണം ക്രൂശാണ്. അവൻ സകലതും നിവർത്തിച്ച ദൈവമാണ്. അപ്പൊ നമുക്ക് ആ ക്രൂശിലേക്കൊന്ന് വരാം. ക്രൂശിൽ നമ്മുടെ കർത്താവ് പരമയാഗമാകുകയാണ്. ആമേ. ഗത്സമനയിൽ തകർക്കപ്പെട്ട കർത്താവ്, ഗബദയിൽ തകർക്കപ്പെട്ട കർത്താവ്, ഗോൽഗോഥയിലും ആമേ 7 മൊഴികളാൽ ആമേ നിലവിളിക്കുന്ന 6 മണിക്കൂറാണ് ക്രൂശിൽ കിടക്കുന്നത്. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ആമേൻ എൻ്റെ കർത്താവ് 7 മൊഴികൾ ചൊല്ലി. അത് നമുക്കുള്ള ആത്മീയ ദൂതുകളാണ്. ആ ക്രൂശിൻ്റെ ചോട്ടിൽ നിങ്ങൾ കിടക്കുമ്പോൾ ആ ക്രൂശിനെ 1 സെക്കൻഡ് ധ്യാനിച്ചാട്ടെ. എല്ലാവരും 1 സെക്കൻഡ് ആ ക്രൂശിനെ ഒന്ന് ധ്യാനിച്ചാട്ടെ. കർത്താവിൻ്റെ മേശയിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളോട് പരമാർത്ഥതയോടെ ചോദിക്കുക, നിങ്ങൾക്കൊരു ദാഹമുണ്ടോ?
നിങ്ങളുടെ ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? സ്തോത്രം. ആ ക്രൂശിലെ മൊഴികളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാട്ടെ. എന്നിട്ട് ദൈവസന്നിധിയിൽ ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അവൻ്റെ കാൽവറിയിൽ നിന്നൊഴുകുന്ന പരിശുദ്ധ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്ന പുണ്യാള രക്തമാണ്. ആ രക്തത്തിൻ്റെ അടുക്കിലാണ് ഇന്ന് പകൽ ഞാൻ വന്നിരിക്കുന്നത്. എന്നെ ഒന്ന് കഴുകണമെന്ന് ഒരു സെക്കൻഡ് ദൈവമക്കൾ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, തലമണക്കിയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഏൽപ്പിച്ചു സ്തോത്രം. അവരിന്ന് സാക്ഷ്യം പറഞ്ഞു കർത്തൃമേശയിൽ ഭാഗവാക്കാകുന്നത്. എന്നാൽ ഈ 3 ദിവസവും അവർ ഫാസ്റ്റിങ്ങിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിരുന്നു. ആത്മാവരോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ അവർ ദൈവസന്നിധി അവരുടെ കുറവുകളെല്ലാം ഏറ്റുപറയുകയാണ്. തിരുരക്തത്തിൽ അവരെ കഴുകണമേ, തിരുരക്തത്തിൽ അവരെ കഴുകണമേ, തിരുരക്തത്തിൽ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, കുറവുകൾ ക്ഷമിക്കണമേ, ബലഹീനതകൾ ക്ഷമിക്കണമേ, അകൃത്യങ്ങൾ ക്ഷമിക്കണം, പാപങ്ങൾ ക്ഷമിക്കണമേ. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല. നിങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ബലത്തോടെ ദൈവസന്നിധി പ്രാഗൽഭ്യത്തോടെ ഈ കർത്താവിൻ്റെ മേശയിൽ ഭാഗവാക്കാകാൻ ഓരോരുത്തരെയും സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ.